നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മാത്രം ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. അത് മറ്റൊരാൾക്ക് നമ്മുടെ അത്രയും ഇഷ്ടമാകണമെന്ന് ഒരു നിർബന്ധവും. നമുക്കത് അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ട് നമ്മൾ അത്രയും അതിനെ കെയർ ചെയ്യും. അത് വേറൊരാളത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളതിന് ഇടുന്ന എഫേർട്ടും ആ ആൾ അതിനിടുന്ന എഫേർട്ടും നമ്മൾ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. നമ്മൾ തനിച്ചല്ലേ നമ്മുടെ ജീവിതകാലം മുഴുവൻ. ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജനനം മുതൽ അല്ലേ തനിച്ചാണ്. എവിടെയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ എത്രയോ ഫീറ്റസ് ആയിട്ട് തനിച്ചിരുന്ന് പിന്നെ വന്ന് പിന്നെ ഒരു തനിച്ച ഒരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് സമയം മാത്രമേ നമ്മൾ ഇവിടെ ഉള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാലും അവസാനം ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആ പോയിന്റിൽ ആരും ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല എൻറ്റയർലി. എത്രത്തോളം നമ്മൾ ഓക്കെ ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പോയിന്റിൽ ആരും സാറ്റിസ്ഫൈഡ് അല്ല. ഐ എം ഇനഫ് ഫോർ മൈ സെൽഫ് എന്ന് പറഞ്ഞാലും ഇഷ്ടമുണ്ട്, നമുക്കൊരു വാല്യൂ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ കൂടെ ഉണ്ടാവുമ്പം എന്തായാലും നല്ലതാണല്ലോ അത്. ആൾക്കാർ നമ്മളുടെ ഒപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഒറ്റപ്പെടലിന്റെ നമ്മുടെ മാനദണ്ഡം. ഒറ്റപ്പെടാതിരിക്കാൻ എനിക്ക് ഇന്നൊരാൾ വേണം എന്ന് നമ്മൾ ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. കാരണം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മുടെ ഒപ്പം എത്ര കാലം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരും ഒരു പ്രശ്നം സംഭവിച്ചാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഫാമിലി ഉണ്ട്, പക്ഷെ അവരെല്ലാം പ്രശ്നം കഴിഞ്ഞിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് സപ്പോർട്ടൊക്കെ ഉള്ളത്. പക്ഷെ പ്രശ്നം സംഭവിക്കുമ്പോൾ ആ റിയാക്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. അപ്പം ലോകം മൊത്തം നീ ഒന്നാവില്ല എന്താവില്ല പറഞ്ഞാലും എൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ടല്ലോ, എന്നെ ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ന വ്യക്തിക്കൊരു ആരൊക്കെ കൂടുതൽ ലൈഫിലുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്കാണ്. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. നമ്മളൊക്കെ പറയും ഒറ്റയ്ക്കാവുമ്പോഴും നമ്മൾ പേടിക്കണം. ഒറ്റയ്ക്കാവുമ്പോഴാ പേടി ഇല്ലാതാവുന്നേ. നമ്മളോട് ഒച്ച എടുക്കാൻ ഒരാളില്ല, നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാളില്ല, വേറൊരാളുടെ അഭിപ്രായം നമ്മൾ നോക്കണ്ട. വി ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് അനദർ ഹ്യൂമൻസ് മൈൻഡ്. യു ആർ ഇൻ യുവർ സ്പേസ്.